ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസവും ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടായിരിക്കാൻ കർത്താവ് നമുക്ക് ഈ പ്രഭാതത്തിൽ തന്നെ ദൈവത്തിൻ്റെ കൃപ തന്നല്ലോ. ഓരോ ദിവസവും ദൈവിക അനുഗ്രഹങ്ങളാലും അതിന് വിശുദ്ധ വചനത്തിൻ്റെ പിന്തുണയാലും നമ്മെ സന്തോഷത്തോടും ജയത്തോടും നടത്താൻ കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുകയും ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുകയും ഓരോ നിമിഷവും വചനം കൊണ്ട് ആലോചന തന്ന് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാ മഹത്വവും പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ നല്ല ദിവസം നിങ്ങളുമായി ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. മത്തായി 28-12-13 വാക്യങ്ങൾ. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. അവർ മൂപ്പന്മാരുമായി കൂടി ആലോചിച്ചിട്ട് വേണ്ടുവോളം പണം കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ മൃതശരീരം കട്ടുകൊണ്ടുപോയി എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. പരീശന്മാരെല്ലാവരും കൂടെ പട്ടാളക്കാരുടെ അടുക്ക ചെന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ കല്ലറത്തോട്ടത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു വാക്ക് പാലിക്കുന്നവനാ. ജീവിച്ചിരുന്ന കാലത്ത് കർത്താവ് 2 വട്ടം പറഞ്ഞിരുന്നു. ഒന്ന്, ഈ മന്ദിരം പൊളിപ്പി, ഞാനിത് 3 നാളുകൊണ്ട് പണിയും. 2, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കേണ്ടി വരും. ബോധവും വിവരവും ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അല്പം വൈകിയാണെങ്കിലും അവരത് ഗ്രഹിച്ചു. അതുകൊണ്ടാണ് കർത്താവ് 3-ാം നാൾ വാക്ക് പാലിച്ചു. നിങ്ങൾ എത്ര കല്ലറ ഉറപ്പാക്കിയാലും, എത്ര കല്ലുരുട്ടി വെച്ചാലും, എത്ര പേരെ കാവലാക്കിയാലും യേശു ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അത് തന്നെ നാമും ദൈവസന്നിധി നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കണം. ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം വിശ്വസിച്ച് ഏറ്റെടുക്കുകയും ഏറ്റുപറയുകയും വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കുന്നത് മനുഷ്യനല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇന്നൊരു കാര്യം ഇവിടെ ദൈവം കൽപ്പിച്ചാൽ ആ കൽപ്പിക്കുന്ന കാര്യം നടപടിയിൽ വരുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒത്തിരി വാക്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. വാഗ്ദത്തം നിറവേറ്റുന്നത്, ഉയർപ്പിക്കുന്നത്, സഭയെ നയിക്കുന്നത്, സഭ പണിയുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആജ്ഞകളും ദൈവത്തിൻ്റെ വ്യവസ്ഥകളും ഇവിടെ നിറവേറ്റുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ടോ നമ്മളതിനെ ആത്മാവ് നമ്മൾ വ്യാപരിപ്പാൻ അനുവദിക്കുന്ന പക്ഷം പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും, സ്വർഗം അരുളി ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നിർവഹിക്കും, നിറവേറ്റും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണെങ്കിലും യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്, സ്വർഗത്തിൽ തേജോരൂപിയായ പിതാവിൻ്റെ സന്നിധിയിൽ ആ പ്രതാപവും മഹത്വവും എല്ലാം കർത്താവ് യോഹന്നാൻ 17 ആവശ്യപ്പെട്ടതുപോലെ ആ മഹത്വത്തോടെ ദൈവസന്നിധിയിൽ ഇരുത്തിയതും പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വാസ്തവത്തിൽ യേശു ഉയർത്തത് കുറേ പേര് കല്ലുരുട്ടി മാറ്റി ഇവിടെ വന്ന് കണ്ണുനീരോടെ കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും അങ്ങനെ പൊക്കിയെടുത്തതല്ല. ആരും കല്ലറവാതുക്കൽ അനുകൂലമായിട്ടില്ല. എല്ലാവരും ഭയപ്പെട്ട് ചെതറി ഓടിയിരിക്കുക. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കല്ലറയ്ക്കകത്ത് കയറി തൻ്റെ ഓമനപുത്രനെ ഉയർപ്പിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആരും സഹായമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്തവർ, നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഇരുത്തി ചിന്തിക്കണം.
കൂടെ നിൽക്കാനും ആരുമില്ല, കൂടെ പ്രവർത്തിക്കാനും ആരുമില്ല. ആരോരുമില്ലെങ്കിലും തക്ക സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന് വേണ്ടി വ്യാപരിച്ചതുപോലെ തൻ്റെ വിശുദ്ധ ഗണത്തിന് വേണ്ടി ഇന്നും ദൈവം പറഞ്ഞത് നിറവേറ്റാൻ വ്യാപരിക്കുമെന്ന കാര്യം വിശ്വസിച്ചു കൊള്ളുക. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഈ വാക്യത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റത്, കർത്താവ് ഉയർത്തത് മാനുഷിക കരത്തിൻ്റെ സഹായം കൊണ്ടല്ല. യേശു ഉയർത്തത് പരിശുദ്ധാത്മാവിനാലാണ്. ഒട്ടനവധി തെളിവുകൾ തിരുവെഴുത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ആ പരിശുദ്ധാത്മ പ്രവൃത്തിയെ ആണ് മത്തായി 28:12-13 വാക്യങ്ങളിൽ പരീശന്മാർ മൂപ്പന്മാരുമായി, യഹൂദ തലവന്മാർ മൂപ്പന്മാരുമായി കൂടി ആലോചിച്ചിട്ട്, പുരോഹിതന്മാർ എല്ലാവരും കൂടി ചേർന്ന് കൂടി ആലോചിച്ചിട്ട് വേണ്ടുവോളം പണം കൊണ്ടുവന്ന് പട്ടാളക്കാർക്ക് കൊടുത്തു. എത്രയാന്ന് എണ്ണമില്ല, അൺകൗണ്ടബിൾ, എണ്ണി തിട്ടപ്പെടുത്തുക. അതുപോലെ ഇവരുടെ കയ്യിലിരുന്ന പണമെടുത്ത് ഈ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് കൊടുത്തു. വേണ്ടുവോളം പണം കൊടുത്ത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഈ കാശ് കയ്യിൽ വയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറയുന്ന കേൾക്ക്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണെന്ന്, അഥവാ ഇവനിൽ പരിശുദ്ധാത്മ പ്രവർത്തനം നടന്നു എന്ന് ആരും അറിയരുത്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ മൃതശരീരം കട്ടുകൊണ്ട് പോയതാണെന്നേ നാളെ മുതൽ ആരും വിശ്വസിക്കാവൂ, അതേ പറയാവൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിച്ച് ഈ പണം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ പുരോഹിതന്മാരും പരീശന്മാരുമെല്ലാം ഈ കല്ലറത്തോട്ടം വിട്ടുപോയി. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനെ പണം കൊടുത്തൊതുക്കാൻ നോക്കുക. എൻ്റെ ചോദ്യം, ഇന്നത്തെ ദൈവാലോചനയുടെ തലക്കുറിമാനമായി എഴുതിയിരിക്കുന്ന ഈ വസ്തുത എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നും കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ശരീരത്തിലോ കുടുംബത്തിലോ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലോ ആത്മീക തലത്തിലോ നിങ്ങളുടെ കൂട്ടായ്മയിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ശുശ്രൂഷയിലോ നിങ്ങളുടെ തലമുറയിലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടന്നാൽ അതിനെ പണം കൊടുത്തോ എതിർത്തോ അതിനെ ശാസിച്ചോ കൂടിയാലോചിച്ചോ എന്ത് ചെയ്താലും നടക്കുമോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ പണം കൊടുത്തൊതുക്കാൻ പറ്റുമോ? അതിനെ 10 പേര് കൂടി ആലോചിച്ച് തന്ത്രം മെനഞ്ഞാൽ ഒതുക്കാൻ പറ്റുമോ? കുറേ ആളുകൾ കച്ചകെട്ടി ഇത് കെടുത്തിയിട്ടേ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ആരമായി പോരാടിയാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ അതിനെ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധാത്മ പ്രവൃത്തിയെ മനുഷ്യബുദ്ധിക്ക് ഒതുക്കാൻ കഴിയില്ല. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ദൈവമക്കളെ, ഞാൻ ആവേശം കൊണ്ട് പോകുന്നു. ചില വിഷയത്തിൽ മരുന്നല്ല, മനുഷ്യനുമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ശാരീരിക മാനസിക ആത്മീക മണ്ഡലത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങളിൽ ഇതാ ഈ കല്ലറയ്ക്കകത്ത് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്, ആ ശക്തിയുള്ള ദൈവാത്മവ്യാപാരം നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ ആത്മീകത്തിനകത്ത് പ്രവർത്തിക്കട്ടെ. ആരും കാണാതെ കല്ലറയ്ക്കകത്ത് പ്രവർത്തിച്ചവൻ, ആരും കൂട്ടില്ലാതെ പ്രവർത്തിച്ചവൻ നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ ഒതുക്കാൻ, എതിർക്കാൻ, ഇല്ലാതാക്കാൻ, നിർത്തിക്കളയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിപ്പാൻ നിങ്ങളുടെ വീട്ടിൽ അവസരം കൊടുക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കൊടുക്ക്, നിങ്ങളുടെ സഭയിൽ അവസരം കൊടുക്ക്. പരിശുദ്ധാത്മാവ് കാണിക്കും എതിരുകളെ, കല്ലുകളെ, തടസ്സങ്ങളെ, മുദ്രകളെ, കാവലാളുകളെ, ഇവരെല്ലാം ശത്രു നിർത്തിക്കോട്ടെ, നിരത്തിക്കോട്ടെ. ഇല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇവയെല്ലാം നിർവീര്യമാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക, ഈ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അതിനായി നമുക്ക് ഏൽപ്പിക്കാം, ആഗ്രഹിക്കാം, മനസ്സ് വയ്ക്കാം. ഒരിക്കൽ കൂടി പറയാം, പരിശുദ്ധാത്മാവ് പ്രവൃത്തി ആരംഭിച്ചാൽ
അത് കറൻസി കൊണ്ടൊന്നും ഒതുങ്ങത്തില്ല കേട്ടോ. മനുഷ്യനൊട്ടൊതുക്കാൻ കഴിയത്തുമില്ല. ഞാൻ ആശംസിക്കുന്നു ഈ നാളുകളിൽ നമ്മുടേതായ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി ആരംഭിക്കട്ടെ. ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, ആ കണ്ണുനീരിൻ്റെ പുറകിലെ കാതലായ വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ദൈവം അത് ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കായി അയച്ചു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ഇന്ന് ഞങ്ങൾ കേട്ട ദൈവവചനത്തിൻ്റെ തിരുമൊഴികളുടെ അടിസ്ഥാനത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് ആവശ്യമാണ് കർത്താവ്. എങ്കിലും അതികഠിനമായ പ്രതിസന്ധികൾ, ശത്രുവിൻ്റെ ഭയങ്കര എതിർപ്പുകൾ, ഒരിക്കലും ഉയർച്ച കാണാനിടയാകാതിരിപ്പാൻ ആരൊക്കെയോ കൂടി ശരിക്കും തന്ത്രങ്ങൾ മെനഞ്ഞു വെച്ചിരിക്കുന്ന ഭവനങ്ങൾ, വ്യക്തികൾ, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഇതുപോലത്തെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ പണം കൊടുത്തൊതുക്കാൻ കഴിയില്ല. സ്വർഗം അത് ചെയ്യണേ. ആത്മപ്രവാഹം തന്നെ നടക്കണേ. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, സഭകളിൽ, കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ശരീര ആത്മദേഹികളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തന്നെ നടക്കണേ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്നവർ ആത്മാവിലാകട്ടെ. ഇത് കേൾക്കുന്നവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് കേൾക്കുന്നവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ. ഇത് കേട്ട് വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ആത്മപ്രവാഹത്തിന് വേദി ഒരുങ്ങട്ടെ. സ്വർഗം അത് ചെയ്യും. അത്ഭുതങ്ങൾ നടക്കും. ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.